ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഒരു രാജ്യത്തിന് എങ്ങനെയാണ് അംഗത്വം ലഭിക്കുക, അതിൻ്റെ പ്രൊസീജിയർ, അവസാനം ലഭിച്ച അംഗത്വം ലഭിച്ച രാജ്യം, തൊട്ടു മുമ്പ് ലഭിച്ച രാജ്യം, അങ്ങനെ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. ഏറ്റവും UN അംഗമല്ലാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ വത്തിക്കാനുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തായ്ലാൻഡ് ഉണ്ട്, പാലസ്തീനൊന്നും ഇവിടെ മെമ്പർഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യം ഏതാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഏതാണ്? മൊറോക്കയാണ്. കാരണം ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാനായിരുന്നു. പക്ഷേ വത്തിക്കാന് എന്തില്ല? മെമ്പർഷിപ്പ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ UN അംഗമായ ഏറ്റവും ചെറിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് മൊറോക്കോയാണ്. 1945 ഒക്ടോബർ മാസം എന്ന് 24-ാം തീയതി അന്ന് UNO രൂപീകരിക്കുന്നു. ഒക്ടോബർ 24 നമ്മൾ UN ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. എൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് സർവരാഷ്ട്ര സഖ്യം. UN ഭരണഘടനയുടെ പേര് UN ചാർട്ടർ. UN ചാർട്ടറിൽ ഇന്ത്യ ഒപ്പുവെക്കുന്നത് അതേ വർഷം തന്നെ UN ചാർട്ടർ നിലവിൽ വന്ന 1945 ജൂൺ മാസം 26-ാം തീയതി അക്കോട്ട് രാമസ്വാമിയാണ് അതിൽ ഒപ്പുവെക്കുന്നത്. അങ്ങനെ വിശദമായിട്ട് നമ്മളെല്ലാം ചർച്ച ചെയ്തു, നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. അടുത്തതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ്. ഒരു രാജ്യത്തെ താൽക്കാലികമായി പുറത്താക്കുന്ന നടപടി അവിടുത്തെ UN ചാർട്ടറിന്റെ 5-ാമത്തെ ആർട്ടിക്കിൾ, 111 ആർട്ടിക്കിൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ 5-ാമത്തെ ആർട്ടിക്കിളിലും സ്ഥിരമായി പുറത്താക്കുന്ന നടപടി 6-ാമത്തെ ആർട്ടിക്കിളിലുമാണ് പറയുന്നത്. അതായത് ഒരു രാജ്യം UNO പറഞ്ഞിട്ട് കേട്ടില്ല, അപ്പോൾ ഒരു താൽക്കാലിക പണിഷ്മെന്റ് എന്ന നിലയിൽ താൽക്കാലികമായിട്ട് UNO ആ രാജ്യത്തെ പിടിച്ച് പുറത്താക്കും. അങ്ങനെ താൽക്കാലികമായിട്ട് പുറത്താക്കുന്ന ആ നടപടിയെക്കുറിച്ച് 5-ാമത്തെ ആർട്ടിക്കിളിലും സ്ഥിരമായി പുറത്താക്കുന്ന നടപടിയെക്കുറിച്ച് 6-ാമത്തെ ആർട്ടിക്കിളിലുമാണ് പറഞ്ഞിരുന്നത്. ഇങ്ങനെ അതുവരെയും ആരെയും പുറത്താക്കിയിട്ടില്ല എങ്കിൽ പോലും ദക്ഷിണാഫ്രിക്കയെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. ഇതുവരെ അങ്ങനെ ആരെയും ഐക്യരാഷ്ട്രസഭയുടെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. 5-ാമത്തെ ആർട്ടിക്കിളിലാണ് താൽക്കാലികമായി പുറത്താക്കുന്നതും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് തെറ്റാവർത്തിക്കുകയാണെങ്കിൽ ആ രാജ്യത്തെ സ്ഥിരമായിട്ട് പുറത്താക്കുകയും ചെയ്യും. അങ്ങനെ സ്ഥിരമായിട്ട് ഒരു രാജ്യത്തെയും പുറത്താക്കിയിട്ടില്ല എങ്കിൽ പോലും ഒരു ചെറിയ പണിഷ്മെന്റ് എന്ന നിലയിൽ ദക്ഷിണാഫ്രിക്കയെ പൊതുസഭാ മീറ്റിംഗിൽ നിന്ന് പങ്കെടുക്കാതെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നുകൂടി ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അംഗത്വവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി UN സ്ഥാപനങ്ങളാണ്. ഐക്യരാഷ്ട്രസഭയുടെ സ്ഥാപനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐക്യരാഷ്ട്രസഭ നേതൃത്വം കൊടുക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഒന്ന് UN ലൈബ്രറിയാണ്. UN ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിൽ തന്നെയാണ് UN ആസ്ഥാനം. UN ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളുടെയും ആസ്ഥാനമൊക്കെ ഏകദേശം ന്യൂയോർക്കിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ന്യൂയോർക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ഒരു അമ്മച്ചി ഒരു തീപ്പന്തവും ഒരു കയ്യിൽ ഒരു പുസ്തകവുമായിട്ടൊക്കെ നിൽക്കുന്ന ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടി നിൽക്കുന്നത് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ്. ആ അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് നമ്മുടെ UN ലൈബ്രറിയും സ്ഥിതി ചെയ്യുന്നത്. ആ ന്യൂയോർക്കിലെ മാൻഹാട്ടൻ ദ്വീപിലാണ് UN ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ന്യൂയോർക്ക് UN ബന്ധപ്പെട്ട ഏറ്റവും മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം ബന്ധമുള്ള സ്ഥലമാണ്. ഇനി UN സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? UN സർവകലാശാല ടോക്കിയോയിലാണ്. എവിടെയാണ്? ജപ്പാനിലെ ടോക്കിയോയിലാണ് UN സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. UN സമാധാന സർവകലാശാല കോസ്റ്റാറിക്കയിലാണ്, അതും അമേരിക്കയിലാണ്. അമേരിക്കയിലെ കോസ്റ്റാറിക്കയിലാണ് UN സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ UN ഇൻഫർമേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ UN ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങൾ. ഒന്നാമത്തെ UN ലൈബ്രറി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ന്യൂയോർക്കാണ്. UN സർവകലാശാല യൂണിവേഴ്സിറ്റി എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ടോക്കിയോയിലാണ്. UN സമാധാന സർവകലാശാല അത് കോസ്റ്റാറിക്കയിലാണ്. UN പബ്ലിക് ഇൻഫർമേഷൻ സെന്റർ സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയിലാണ്, അത് ന്യൂഡൽഹിയിലുമാണ്. അതാണ് UN ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഫാക്ടർ. ഇനി നമ്മൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഫാക്റ്റിലേക്ക് പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. UN ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട, UN തൂണുകൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, UN പില്ലറുകൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, UN താങ്ങി നിർത്തുന്ന 6 ഘടകങ്ങളുണ്ട് UN. അപ്പോൾ UN അടിസ്ഥാന ഘടകങ്ങൾ, ഈ സ്ഥാപനങ്ങൾ ഏതൊക്കെയാ? സർവകലാശാലയും ലൈബ്രറിയും സമാധാന സർവകലാശാലയും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും
UN ഏറ്റവും പ്രധാനപ്പെട്ട ചില ഘടകങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. UN അടിസ്ഥാന ഘടകങ്ങൾ, ബേസിക് ഫാക്ടേഴ്സ്, അതോടൊപ്പം UN പില്ലറുകൾ എന്ന് ചോദിച്ചാൽ അത് 6 സ്ഥാപനങ്ങൾ. ഒന്നാമത്തത് പൊതുസഭ അല്ലെങ്കിൽ ജനറൽ അസംബ്ലിയാണ്. ഒന്നാമത്തേതാണ് പൊതുസഭ, ജനറൽ അസംബ്ലി. രണ്ടാമത്തെ രക്ഷാസമിതി അഥവാ സെക്യൂരിറ്റി കൗൺസിൽ. മൂന്നാമത്തത് സാമ്പത്തിക സാമൂഹിക സമിതി അല്ലെങ്കിൽ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, സെക്രട്ടേറിയറ്റ്, അതോടൊപ്പം തന്നെ പരിരക്ഷാ സമിതി. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ UN അടിസ്ഥാന ഘടകങ്ങൾ ഇങ്ങനെ ചോദിക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ UN അടിസ്ഥാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ ഈ 3 ഏതെങ്കിലും ഒരെണ്ണവും മാറ്റി തന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകരുത്. അപ്പൊ 6 ഘടകങ്ങൾ UN അടിസ്ഥാന ഘടകങ്ങൾ 6 എണ്ണമുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് പൊതുസഭയാണ്, രണ്ടാമത്തത് രക്ഷാസമിതിയാണ്, മൂന്നാമത്തത് സാമ്പത്തിക സാമൂഹിക സമിതിയാണ്, നാലാമത്തത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയാണ്, അഞ്ചാമത്തത് സെക്രട്ടേറിയറ്റ് ആണ്, ആറാമത്തത് പരിരക്ഷാ സമിതി അല്ലെങ്കിൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിലാണ്. ഇത്രയുമാണ് UN ഏറ്റവും പ്രധാനപ്പെട്ട UN ഘടകങ്ങൾ എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇത്രയുമാണ്. അതിൽ നമ്മൾ ആദ്യം പഠിക്കുവാൻ വേണ്ടി പോകുന്നത് പൊതുസഭയെക്കുറിച്ച് തന്നെയാണ്. ഏതാണ്? പൊതുസഭയാണ്. പൊതുസഭയുടെ പ്രത്യേകത നോക്കിയേ. ഏറ്റവും പ്രധാനപ്പെട്ട UN ഏറ്റവും വലിയ ഘടകമാണ് പൊതുസഭ. അപ്പം UN എത്ര ഘടകങ്ങളുണ്ട്? 6 ഘടകങ്ങളുണ്ട്. ആ 6 ഘടകങ്ങളിൽ ഏറ്റവും വലിയ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് പൊതുസഭയാണ്. പൊതുവായിട്ടുള്ള ഒരു സഭ, എല്ലാ രാജ്യങ്ങളും വന്നിരിക്കുന്ന സഭ ഏതാണ്? പൊതുസഭയാണ്. അപ്പൊ ഏറ്റവും വലിയ ഘടകമാണ്. UN എല്ലാ അംഗങ്ങളും പൊതുസഭയിൽ അംഗങ്ങളാണ്, നമ്മൾ പറഞ്ഞു. അപ്പൊ UN എല്ലാ അംഗങ്ങളും, എത്ര അംഗങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞത്? 193 അംഗങ്ങൾ. തുടക്കത്തിൽ എത്ര ഉണ്ടായിരുന്നു? സ്ഥാപക അംഗങ്ങൾ 51 പേര്. ആ 51 പേരിൽ ഇപ്പോൾ നിലവിൽ അന്നുണ്ടായിരുന്ന എത്ര പേരേ ഉള്ളൂ? 49 പേരേ ഉള്ളൂ. ചെക്കോസ്ലോവാക്യയും യൂഗോസ്ലോവാക്യയും ഇപ്പോൾ മെമ്പർമാരല്ല. അതോടൊപ്പം തന്നെ ആ 51 കൂടി കൂട്ടി അവസാനം 2011 ജൂലൈ മാസം 14-ാം തീയതി നമ്മുടെ ദക്ഷിണ സുഡാൻ കൂടി വരുമ്പോൾ 193 രാജ്യങ്ങളുണ്ട്. ഈ 193 രാജ്യങ്ങൾക്കും പോയി ഇരിക്കാൻ പറ്റുന്ന സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പൊതുസഭയാണ്. അപ്പൊ UN എല്ലാ അംഗങ്ങളും പൊതുസഭയിലെ അംഗങ്ങളാണ്. എല്ലാ രാജ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള ഏക ഘടകം. അങ്ങനെ തുല്യ പ്രാധാന്യമൊന്നും എല്ലാ കൗൺസിലിലും ഇല്ല. ബാക്കിയുള്ള 6, 4, 5 മൊത്തത്തിൽ 6 കൗൺസിലുണ്ട്. അതിൽ ബാക്കി 5 കൗൺസിലും എല്ലാവർക്കും തുല്യ പ്രാധാന്യമൊന്നുമില്ല. ഇതിൽ 193 രാജ്യങ്ങൾക്കും തുല്യ പ്രാധാന്യം. അവിടെ ചെറിയവനെന്നോ വലിയവനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ കുബേരനെന്നോ കുചേലനെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും തുല്യ പ്രാധാന്യമുള്ള ഏക ഘടകം. അതാണ് ഇൻഇക്വാളിറ്റിയാണ്. ബാക്കി എല്ലായിടത്തും ഇക്വാളിറ്റി ഉള്ള ഒരേ ഒരു ഘടകമേ ഉള്ളൂ. അത് ഇതാണ് നമ്മുടെ പൊതുസഭ അഥവാ ജനറൽ അസംബ്ലിയാണ്. ഇനി ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. ഒരു രാജ്യത്തിന് പൊതുസഭയിലേക്ക് 5 അംഗങ്ങളെ അയക്കാമെങ്കിലും ഒരു പ്രതിനിധിക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ. അപ്പൊ ഇന്ത്യയിൽ നിന്ന് പൊതുസഭയിലേക്ക് 5 പേർക്ക് പോയിരിക്കാം. പക്ഷെ വോട്ടിങ്ങിന് എന്തെങ്കിലും ഒരു വിഷയത്തിൽ വോട്ടിങ് വന്നാൽ ഈ 5 പേർ കൂടെ വോട്ട് ചെയ്ത് പറ്റില്ല. ഒരു രാജ്യത്തിന് ഓരോ വോട്ട്. അപ്പൊ മൊത്തത്തിൽ 193 വോട്ട് മാത്രമേ പൊതുസഭയിലുള്ളൂ എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഒരു രാജ്യത്തെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പരമാവധി 5 പേർക്ക് വരെ എവിടെ ചെല്ലാം ആ പൊതുസഭയിൽ പോയി ഇരിക്കാം എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി UN നിയമനിർമ്മാണ സഭ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ UN നിയമനിർമ്മാണ സഭ ഏറ്റവും വലിയ ഘടകമാണ്. എല്ലാ അംഗങ്ങൾക്കും പ്രാതിനിധ്യമുള്ള ഏക ഘടകമാണ്. അതോടൊപ്പം തന്നെ ഒരാൾക്ക് 5 പേരെ, ഒരു രാജ്യത്തിന് 5 അംഗങ്ങളെ അയക്കാമെങ്കിലും എത്ര വോട്ടവകാശം? ഒരു വോട്ടവകാശം മാത്രമേ ഉള്ളൂ. മാത്രമല്ല UN നിയമനിർമ്മാണ സഭ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇനി ബജറ്റിന്റെ പൂർണ്ണമായ നിയന്ത്രണം പൊതുസഭയ്ക്കാണ്. അപ്പൊ അവിടുത്തെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ, ബജറ്റുമായി ബന്ധപ്പെട്ട് ചെലവെത്ര, വരവുക, ചെലവുക എന്നൊക്കെ നമ്മൾ എഴുതിയിലൂടെ അതാണ് ബജറ്റ്. ഭാവിയിൽ എത്ര പ്രതീക്ഷിക്കുന്നുണ്ട്, ഭാവിയിൽ എത്ര ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ആ ബജറ്റുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പൊതുസഭയാണ്. ഇനി പുതിയ രാജ്യങ്ങൾക്ക് അംഗത്വം നൽകുന്നതും പൊതുസഭയാണ്. നമ്മൾ പറഞ്ഞു പൊതുരാജ്യങ്ങൾക്ക് അംഗത്വം ലഭിക്കണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് രക്ഷാസമിതിയിലാണ്. ആ രക്ഷാസമിതിയിൽ 9 വോട്ടോടുകൂടി ഇങ്ങോട്ടേക്ക് അയക്കണം. ഇവിടെ വന്നിട്ടും കാര്യമില്ല. ഇവിടെ 3-2 വോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ രാജ്യത്തിന് അംഗത്വം കിട്ടൂ. അപ്പൊ പൊതുസഭയാണ് ഒരു രാജ്യത്തിന് അംഗത്വം ലഭിക്കുന്നത്. രക്ഷാസമിതി ശുപാർശ ചെയ്തു എന്നതുകൊണ്ട് ആ രാജ്യത്തിന് അംഗത്വം കിട്ടണമെന്നുണ്ടോ? ഇല്ല. പൊതുസഭയിൽ വന്ന് 3-2 രാജ്യങ്ങളും എന്ത് ചെയ്യണം? ആ അംഗത്തിന് മെമ്പർഷിപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ മാത്രമേ ആ രാജ്യത്തിന് മെമ്പർഷിപ്പ് കിട്ടൂ. ഇനി ലോകത്തിന്റെ പാർലമെന്റ്, ലോകത്തിന്റെ സമ്മേളന നഗരി എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്നു. അപ്പൊ ലോക പാർലമെന്റ് എന്ന് ചോദിച്ചാൽ പൊതുസഭയാണ് അല്ലയോടെ. കാരണം 193 രാജ്യങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് വന്നിരിക്കുന്നതാ.
ആ 120 രാജ്യങ്ങളുള്ള മൊത്തത്തിൽ അതിൽ 193 രാജ്യങ്ങളുടെ പ്രതിനിധികൾ വന്നിരിക്കുന്ന സഭയെ ലോക പാർലമെന്റ് എന്നല്ലാതെ വേറെ എന്താ പറയാൻ കഴിയുക? അപ്പൊ ലോക പാർലമെന്റ് എന്നും ലോകത്തിന്റെ സമ്മേളന നഗരി, ലോകത്തിലെ 193 രാജ്യങ്ങൾ, വിവിധ വൈവിധ്യങ്ങൾ പോറുന്ന, വിവിധ മതവിശ്വാസങ്ങളുള്ള, വിവിധ ഭൂപ്രകൃതിയുള്ള, വിവിധ തരത്തിലുള്ള ഭാഷയുള്ള, വിവിധ തരത്തിലുള്ള കൾച്ചറുള്ള, അങ്ങനെയുള്ള ലോകത്തിന്റെ 193 രാജ്യങ്ങളുടെയും ആളുകൾ വന്നിരിക്കുന്ന ഈ സമ്മേളനത്തിന്റെ ഹാളിനെ വിളിക്കുന്ന പേരാണ് ലോകത്തിന്റെ സമ്മേളന നഗരി എന്ന പേരിലും അറിയപ്പെടുന്നു. ഇനി UN രക്ഷാസഭയിലെ സ്ഥിരമല്ലാത്ത അംഗങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. UN രക്ഷാസമിതിയിൽ മൊത്തത്തിൽ എത്ര പേരുണ്ട്? 15 പേരുണ്ട് എന്നും ആ 15 പേരിൽ 10 പേര് എന്താണ്? അതിലെ UN രക്ഷാസമിതിയിൽ 10 പേര് സ്ഥിര അംഗങ്ങളല്ലാത്തവരും 5 പേര് സ്ഥിര അംഗങ്ങളുമാണ് എന്ന് നമ്മൾക്കറിയാം. ആ 5 പേരെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ സ്ഥിര അംഗങ്ങളാണ്. അവരാരൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ആരൊക്കെയായിരുന്നു? ചൈനയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, റഷ്യയുണ്ട്, അമേരിക്കയുണ്ട്, ഇംഗ്ലണ്ട് ഉണ്ട്. ഈ 5 പേരാണ് സ്ഥിര അംഗങ്ങൾ. അവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ബാക്കിയുള്ള 10 പേരുണ്ടല്ലോ, അപ്പൊ ഈ 10 പേരെ വിളിക്കുന്ന പേരാണ് സ്ഥിരമല്ലാത്ത അംഗങ്ങൾ. അപ്പം ആ സ്ഥിരമല്ലാത്ത അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരം ഇവർക്കാണ്. അതോടൊപ്പം UN സെക്രട്ടറി ജനറലിനെ നിയമിക്കാനുള്ള അധികാരം, സത്യം പറഞ്ഞാൽ ഇവർക്ക് പൊതുസഭയ്ക്ക് അങ്ങ് ഒരു റോളും ഇല്ല. ഈ 5 പേരാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എങ്കിലും ഈ 5 പേര് കാര്യങ്ങൾ തീരുമാനിച്ചാൽ പൊതുസഭയിൽ വന്ന് തീരുമാനമെടുക്കണം. നമ്മുടെ പാർലമെന്റ്, ഇന്ത്യയുടെ പാർലമെന്റ് സ്ട്രക്ചറിലൂടെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നവരാ പാർലമെന്റ് ആണ്. പക്ഷേ എല്ലാത്തിൻ്റെയും ഹെഡ് എന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയാണ് എല്ലാത്തിൻ്റെയും പവർ എന്ന് വിളിക്കുന്നത്. പക്ഷേ നാമമാത്രമായ അധികാരം മാത്രമേ പ്രസിഡന്റിനുള്ളൂ. പാർലമെന്റ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ അത് അംഗീകരിക്കണം. അത് തന്നെയാണ് ഇവിടെ. ഈ 5 പേരാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. എങ്കിലും പൊതുസഭയ്ക്ക് ഒരു പവർ കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം UN രക്ഷാസമിതിയിലെ സ്ഥിരമല്ലാത്ത അംഗങ്ങളെയും UN സെക്രട്ടറി ജനറൽ, ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാ ഒന്ന് പറഞ്ഞു? ഓർമ്മകളുടെ ആ ഏടുകളിൽ നിന്ന് ഒന്ന് പൊടി തട്ടിയെടുത്ത് പറഞ്ഞിടേ. ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. എത്രാമത്തെ സെക്രട്ടറി ജനറലാ? പൊളിക്കും. എത്ര? 9ാമത്തെ സെക്രട്ടറി ജനറൽ. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം പോർച്ചുഗലിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. ഓർമ്മയുണ്ട്. അപ്പം നോക്കിയേ, അപ്പൊ UN സെക്രട്ടറി ജനറലിനെയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ 15 ജഡ്ജിമാരെയും നിയമിക്കുന്നത് പൊതുസഭയാണ്. അപ്പൊ ചില്ലറക്കാരല്ല പൊതുസഭ എന്ന് വിചാരിക്കേണ്ട. ഇതെല്ലാം 5 പേര് ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഉള്ളൂ. ഒരാളെങ്കിലും പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. എങ്കിലും ഒരു ഗുമ്മിന് വേണ്ടി നമ്മൾ പറയുകയാണ്, UN സുരക്ഷാ സമിതിയിലെ ആ സ്ഥിരമല്ലാത്ത അംഗങ്ങളെയും UN സെക്രട്ടറി ജനറലിനെയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ 15 ജഡ്ജിമാരെയും ഒക്കെ നിയമിക്കാനുള്ള അധികാരം അടിച്ചു കയറി വാ പൊതുസഭയ്ക്കാണ്. അടുത്ത, മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്വവും പൊതുസഭയ്ക്കാണ്. അപ്പൊ എല്ലാ ഉത്തരവാദിത്വം പൊതുസഭയ്ക്കാണ്. അപ്പൊ 193 രാജ്യങ്ങൾക്കും വന്നിരിക്കാൻ പറ്റുന്ന സമ്മേളന നഗരിയുടെ പേരാണ് പൊതുസഭ. ആ 193 രാജ്യങ്ങൾക്കും 5 പേരെ വെച്ച് പറഞ്ഞിടാം. പക്ഷെ 5 പേരുടെ വന്ന് അവിടുന്ന് ചായയും കട്ടനും അല്ലെങ്കിൽ ചായയും കടിയും കഴിച്ചിട്ട് പോകാമെന്നല്ലാതെ വോട്ടിംഗ് വന്നാൽ ഒരാൾക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അധികാരമുള്ളൂ. ബജറ്റിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഏറ്റവും വലിയ ഘടകവും UN സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നതും അതോടൊപ്പം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ 15 ജഡ്ജിമാരെ നിയമിക്കുന്നതും പിന്നെ സ്ഥിരാംഗമല്ലാത്ത ആൾക്കാർക്ക് സ്ഥിരാംഗത്വമല്ലാത്ത രാജ്യങ്ങൾ ഏതാണെന്ന് തീരുമാനിക്കുന്നതും UN മെമ്പർഷിപ്പ് കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ ഇപ്പൊ എന്തുവാടേ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്ന എല്ലാം ആരാണ്? പൊതുസഭയ്ക്കാണ് ഉത്തരവാദിത്തം. അടുത്തത്, പൊതുസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു UN ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. UN ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹട്ടൻ ദ്വീപിലാണ്. അതോടൊപ്പം തന്നെ പൊതുസഭയുടെ ആസ്ഥാനം, പൊതുസഭ എന്നല്ല ഇതിലെ മിക്കവാറുമുള്ള എല്ലാത്തിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കിലാണ്. അപ്പോൾ പൊതുസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കിലാണ്. അതും കൂടി ഓർത്തു വെക്കുക. അടുത്ത നോക്കിയേ, പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരി. പൊതുസഭയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരിയുടെ പേര് വിജയലക്ഷ്മി പണ്ഡിറ്റ്. ആരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. 1953 വിജയലക്ഷ്മി പണ്ഡിറ്റ് പൊതുസഭയുടെ UN പൊതുസഭയുടെ പ്രസിഡന്റ് ആകുന്നത്. ആ UN പ്രസിഡന്റായ 8ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു ആര്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. അതോടൊപ്പം തന്നെ UN പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിതയുമാരാണ്? വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. അപ്പൊ വിജയലക്ഷ്മി പണ്ഡിറ്റുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ട് അത് ഓർത്തിരിക്കണം. അപ്പൊ എന്തൊക്കെയാ പ്രത്യേകത? പൊതുസഭയുടെ പ്രസിഡന്റ്
പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരി വിജയലക്ഷ്മി പണ്ഡിറ്റാണ് 1953. അപ്പോൾ ഇന്ത്യക്കാരും അല്ലെ മോശമൊന്നുമല്ല UN. അതോടൊപ്പം തന്നെ UN 8ാമത്തെ പ്രസിഡന്റ് ആയിരുന്ന ഇവർ UN പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിതയുമാരാണ് വിജയലക്ഷ്മി പണ്ഡിറ്റാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് പൊതുസഭയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഏറ്റവും വലിയ ഘടകമാണ് ബജറ്റ് നിയന്ത്രിക്കുന്നുണ്ട്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയമിക്കുന്നു, അതോടൊപ്പം ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു, അതോടൊപ്പം തന്നെ അവിടെ എല്ലാ അംഗങ്ങൾക്കും 193 അംഗങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള ഏക ഘടകവും പൊതുസഭയാണ്. 5 പേരെ അയക്കാമെങ്കിലും ഒരാൾക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ. അതോടൊപ്പം തന്നെ UN സെക്രട്ടറി ജനറലിനെ ആയാലും അല്ലെങ്കിൽ സ്ഥിരമല്ലാത്ത അംഗങ്ങളെ ആയാലും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ 15 ജഡ്ജിമാരെ ആയാലും ഇവരെല്ലാം നിയമിക്കുന്നത് ആരാണ്? നമ്മുടെ പൊതുസഭയാണ് എന്നുകൂടി ഓർക്കുക. പൊതുസഭയുടെ പ്രസിഡന്റായ, അതായത് 193 രാജ്യങ്ങളുടെയും പ്രസിഡന്റായ ആദ്യത്തെ വനിത, നമുക്ക് അഭിമാനിക്കാം, ഹം സബ് ഭാരതീയ ഹേ. അത് തന്നെ, നമ്മളെ ഭാരതീയായിട്ടുള്ള വിജയലക്ഷ്മി പണ്ഡിറ്റാണ്, 8ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു അവർ. ഇനി നമ്മൾ രക്ഷാസമിതിയിലേക്ക് പോവുകയാണ്. ഇനി കിടുക്കും, കാരണം പൊതുസഭ കഴിഞ്ഞ് നമ്മൾ ഇനി രക്ഷാസമിതിയിലേക്ക് വരികയാണ്. രക്ഷാസമിതി നിന്ന് കത്ത് നോക്കിയോ? ഓക്കെ, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനുള്ള ഉത്തരവാദിത്തമാണ് രക്ഷാസമിതിക്കുള്ളത്. അപ്പൊ അന്താരാഷ്ട്ര സമാധാനം, സുരക്ഷ എന്നിവ നിലനിർത്താനുള്ള ഉത്തരവാദിത്തം രക്ഷാസമിതിക്കാണ്. ആ രക്ഷാസമിതിയിലെ ഒരു രാജ്യമായിരുന്നു അമേരിക്ക. ആ അമേരിക്കയാണ് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇറാനിലൊക്കെ പടവുന്നിട്ട് പൊട്ടിച്ചത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇറാനിലും ഇറാഖിലും ഒക്കെ ആക്രമണം നടത്തി. അപ്പം അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ആർക്കാ? രക്ഷാസമിതിക്കാണ്. അപ്പം വേലി തന്നെ വിളവ് തിന്നുക എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഏകദേശം അതൊക്കെ തന്നെ. ആ സമാധാനവും സുരക്ഷയും നിലനിർത്തവന്മാരെ ഇപ്പൊ പടക്കിയിട്ട് പൊട്ടിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കേ, UN ഏറ്റവും ശക്തമായ ഘടകം പൊതുസഭയാണ്. 193 രാജ്യങ്ങളും പൊതുസഭയ്ക്കകത്തുണ്ട് എന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 15 പേരടങ്ങുന്ന ഈ രക്ഷാസമിതിക്കാണ് ഏറ്റവും ശക്തമായ ഘടകം. അപ്പൊ ഏറ്റവും വലിയ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ പൊതുസഭയാണ്. പക്ഷെ ഏറ്റവും ശക്തമായ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് രക്ഷാസമിതിയാണ്. ജനാധിപത്യ വിരുദ്ധ ഘടകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരമമായ സത്യമാണ്, പച്ചയായ യാഥാർത്ഥ്യമാണ്. ജനാധിപത്യ വിരുദ്ധ ഘടകം എന്താണ്? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷത്തിനാണ് താല്പര്യം. ഇവിടെ ഭൂരിപക്ഷമാണോ? 5 പേരാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. 193 രാജ്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. 5 പേര്. അപ്പൊ 193 ഇവിടെ കിടക്കുന്നു, 5 പേര് ഇവിടെ കിടക്കുന്നു. 5 പേരാണോ അപ്പുറത്ത് കിടക്കുന്ന 187 പേരാണോ ഏറ്റവും വലുത്? ജനാധിപത്യത്തിൽ 187 ഏറ്റവും വലുത്. പക്ഷേ UN വരുമ്പോൾ ഈ 5 പേരാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്നതും രക്ഷാസമിതിയാണ്. അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയെ വിന്യസിക്കാനുള്ള അധികാരവും സുരക്ഷാ സമിതിക്കാണ്. ഐക്യരാഷ്ട്രസഭയുടെ സേനയുടെ പേരാണ് സമാധാന സേന. സമാധാന സേനയ്ക്ക് ലോകത്തുള്ള ഏത് രാജ്യങ്ങളിൽ പോയി വേണമെങ്കിലും ചെന്ന് കയറാനുള്ള ഒരു അനുമതിയും ഇല്ലാതെ ചെന്ന് കയറാനുള്ള അനുവാദമുണ്ട്. അങ്ങനെയുള്ള സമാധാന സേനയാണ് UN-ക്കുള്ളത്. ആ UN-യുടെ സമാധാന സേനയെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഈ 15 രാജ്യങ്ങളാണ്. 15 രാജ്യങ്ങളല്ല, 5 രാജ്യങ്ങൾ. ബാക്കി 10 പാഴെന്ന് വെച്ചാൽ അവർക്കൊന്നും ഒരു റോളും ഇല്ല. അടുത്തത് ആസ്ഥാനം ന്യൂയോർക്കാണ്. പൊതുസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ്. രക്ഷാസമിതിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂയോർക്കിലാണ്. അംഗങ്ങളുടെ എണ്ണം എത്ര? നമ്മൾ നേരത്തെ പഠിച്ചു, 15 പേരാണ്. അതിൽ സ്ഥിര അംഗങ്ങൾ എത്ര? 5 പേര്. താൽക്കാലിക അംഗങ്ങൾ എത്ര പേരുണ്ട്? 10 പേരുണ്ട്. അപ്പൊ എത്രയാണ്? അപ്പം മൊത്തത്തിൽ 15 പേര്, അതിൽ 5 സ്ഥിരാംഗങ്ങൾ, 10 താൽക്കാലിക അംഗങ്ങൾ. ഈ 10 താൽക്കാലിക അംഗങ്ങളെ നിയമിക്കാനുള്ള അധികാരം ആർക്കാ? പൊതുസഭയ്ക്കാണ്. ആർക്കാണ്? പൊതുസഭയ്ക്കാണ്. ഈ പൊതുസഭയ്ക്കകത്ത് വോട്ടിനിടുമ്പോൾ 3/2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെയും തീരുമാനം പാസ്സാകൂ. ഇനി രക്ഷാസമിതിയിൽ ഒരു പ്രമേയം പാസ്സാക്കുവാൻ വേണ്ടുന്ന വോട്ട് 9 പേരാണ്. അതിൽ 15 പേരിൽ 9 പേരും വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ രക്ഷാസമിതിയിൽ ഒരു തീരുമാനമെടുക്കൂ. ഈ 9 പേരിൽ 5 പേരും ആരായിരിക്കണം? P5 നേഷൻസ്. P5 നേഷൻസ് എന്ന് വെച്ചാൽ ചൈന, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, അമേരിക്ക, റഷ്യ. ഇതാണ് P5 നേഷൻസ്. ഈ P5 നേഷൻസ് നിർബന്ധമായിട്ടും ഈ 9 പേരിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അപ്പൊ ഈ 9 പേരിൽ 9 പേരുടെ വോട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ രക്ഷാസമിതിയിൽ ഒരു പ്രമേയം പാസ്സാക്കൂ. ആ 9 പേരിൽ ആരും ഉണ്ടായിരിക്കണം? നമ്മുടെ P5 നേഷൻസും ഉണ്ടായിരിക്കണം. ഇനി സ്ഥിര അംഗമാകാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുകയാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, ഇന്ത്യ ഒരു സ്ഥിരാംഗമാണോ? അല്ല. ഇന്ത്യക്ക് സ്ഥിരാംഗമാണുള്ള യോഗ്യതയില്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്, പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ശക്തി ആയിരിക്കണം. ഇന്ത്യ അത്യാവശ്യം ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയിലേക്ക് വളർന്നു വരുന്നുണ്ട്. ഇന്ത്യക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. അപ്പോൾ ഒരു പ്രധാന സാമ്പത്തിക ശക്തി ആയിരിക്കണം, മുഖ്യ സൈനിക ശക്തി ആയിരിക്കണം,
ഐക്യരാഷ്ട്ര സംഘടനയുടെ ബജറ്റിലേക്ക് കാര്യമായ സംഭാവന നൽകുന്നതായിരിക്കണം. ഐക്യരാഷ്ട്രസഭയുടെ ബജറ്റിലേക്ക് ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നതും, ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരുപാട് ഓർഗനൈസേഷനുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ബജറ്റാണ്. ആ സംഘടനയുടെ ബജറ്റിലേക്ക് സംഭാവനകൾ നൽകുന്ന രാജ്യമായിരിക്കണം. അതോടൊപ്പം തന്നെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വലിയ രാഷ്ട്രമായിരിക്കണം. അപ്പോൾ കുറേ ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരാംഗമാകാനുള്ള മാനദണ്ഡങ്ങൾ എന്ന് ചോദിച്ചാൽ ആ മറന്നു പോയത്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ശക്തിയായിരിക്കണം, മുഖ്യ സൈനിക ശക്തിയായിരിക്കണം, അതോടൊപ്പം ഐക്യരാഷ്ട്ര സംഘടനയുടെ ബജറ്റിലേക്ക് കാര്യമായ സംഭാവനകൾ നൽകുന്ന രാജ്യമായിരിക്കണം, ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വലിയ രാഷ്ട്രമായിരിക്കണം, അതോടൊപ്പം തന്നെ ജനാധിപത്യത്തെയും മനുഷ്യാവകാശങ്ങളെയും ബഹുമാനിക്കുന്ന രാജ്യമായിരിക്കണം, ഭൂപ്രകൃതി, സാമ്പത്തിക സംവിധാനങ്ങൾ, സംസ്കാരം എന്നീ കാര്യങ്ങളിൽ സമതിയിൽ ലോകത്തിന്റെ വൈവിധ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന രാജ്യമായിരിക്കണം. ഇത്രയുമൊക്കെ ഉണ്ടെങ്കിൽ ആ രാജ്യത്തിന് എന്താകാം? സ്ഥിരാംഗത്വമാകാം. ഇതിൽ ഇന്ത്യക്ക് ഈ മാനദണ്ഡങ്ങളെല്ലാം ഉണ്ട്. ഇന്ത്യ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്, സൈനിക ശക്തിയാണ്, മുഖ്യ സൈനിക ശക്തിയാണ് ഇന്ത്യ. അതോടൊപ്പം ഐക്യരാഷ്ട്ര സംഘടനയുടെ ബജറ്റിലേക്ക് എല്ലാ വർഷവും തുടർച്ചയായിട്ട് സംഭാവനകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന അമേരിക്കയാണ്, തൊട്ടു പിന്നിൽ ജപ്പാനാണ്. ആ ജപ്പാൻ പോലും സ്ഥിരാംഗമല്ല. പക്ഷേ ഇന്ത്യ കൃത്യമായിട്ട് ബജറ്റിലേക്ക് സംഭാവനകൾ കൊടുക്കുന്ന രാജ്യമാണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വലിയ രാഷ്ട്രമായിരിക്കണം. തീർച്ചയായിട്ടും ജനസംഖ്യയുടെ രാജ്യത്തിൽ ഒരു കാരണവശാലും വേറെ ആർക്കും പൊട്ടിക്കാൻ പറ്റത്തില്ല. കാരണം അമ്മാതിരി കഷ്ടപ്പാടിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും നമ്മൾ 1ാം സ്ഥാനം നേടിയെടുത്തു കഴിഞ്ഞു, ചൈനയെ പിന്തള്ളിക്കൊണ്ട് കോവിഡ് സമയത്ത്. ഇനി ജനാധിപത്യത്തെയും മനുഷ്യാവകാശത്തെയും ബഹുമാനിക്കുന്ന രാജ്യമായിരിക്കണം. ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ. അപ്പം ഇന്ത്യയെ കഴിഞ്ഞുള്ള അർഹതയുള്ള വേറെ ആർക്കെങ്കിലും. അതോടൊപ്പം തന്നെ മനുഷ്യാവകാശങ്ങളെ ബഹുമാനിക്കുന്ന രാജ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടന നമ്മുടേതാണ്. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ്, 6 അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് ലോകത്തിന് മാതൃകയായ രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് മനുഷ്യാവകാശങ്ങളെയൊക്കെ ഇന്ത്യക്കാർക്ക് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഏത് മാനദണ്ഡം എടുത്താലും ഇന്ത്യക്ക് വളരെ കൃത്യമായിട്ട് ആ അർഹതയുള്ള രാജ്യമാണ്. പക്ഷേ എന്താ പ്രശ്നം? ഈ ഇന്ത്യ കുറേ തവണ അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ 5 പേരുടെയും 5 സ്ഥിരാംഗങ്ങളുണ്ടല്ലോ, ആ 5 സ്ഥിരാംഗങ്ങളുടെയും വോട്ട് ഒരുപോലെ കിട്ടണം. 5 പേരും ഇന്ത്യക്ക് വോട്ട് ചെയ്താൽ മാത്രമേ ഇന്ത്യക്ക് സ്ഥിരാംഗമാകാൻ കഴിയൂ. ഇന്ത്യ നല്ലതുപോലെ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ചൈനയൊക്കെ എടുക്കുന്ന നിലപാടുകൾ നമുക്ക് എതിരാണ്. ചൈന ഒരാളെങ്കിലും വോട്ട് ചെയ്താതെ മാറി നിന്നാൽ ഇന്ത്യക്ക് സ്ഥിരാംഗമാകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്ത്യ പണ്ടേ എന്തായിട്ട് മാറിയനെ? ഇന്ത്യ UN-ലെ സ്ഥിര അംഗമായിട്ട് മാറുമായിരുന്നു. പക്ഷേ അതിനുള്ള യോഗം നമുക്ക് ഇല്ലാതെ പോവുകയാണ്. ഇനി നോക്കിയേ, താൽക്കാലിക അംഗങ്ങൾ ആരൊക്കെയാണ്? നമുക്കറിയാം 5 സ്ഥിരാംഗങ്ങളെ നമുക്കറിയാം. ഏത് കണ്ണടച്ച് തുറന്നാലും നമുക്കറിയാം 5 സ്ഥിരാംഗങ്ങൾ ആരൊക്കെയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ഇങ്ങനെ അങ്ങ് ഓർത്താൽ മതി. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. അതായത് 2ാം ലോക മഹായുദ്ധത്തിലെ അച്ചുതണ്ട് ശക്തികൾക്കെതിരെ പോരാടിയ സഖ്യശക്തികൾ ആരൊക്കെയാ? അലൈഡ് പവേഴ്സ്, ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. അതിൻ്റെ കൂടെ അമേരിക്കയും റഷ്യയും. ആരൊക്കെയാണ്? അമേരിക്കൻ, റഷ്യ. ഇതാണ് 5 സ്ഥിരാംഗങ്ങൾ. അങ്ങനെയാണെങ്കിൽ താൽക്കാലിക അംഗങ്ങൾ 2 വർഷമാണ് താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി. 2 വർഷം കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കണം. എങ്കിലും പേര് ഓർത്തിരിക്കേണ്ട എങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ഓർമ്മയിലൊന്ന് സൂക്ഷിക്കണം. ചിലപ്പം ഒരു ഓപ്ഷൻ തന്നിട്ട് താഴെ തന്നിരിക്കുന്നവയിൽ താൽക്കാലിക അംഗങ്ങളല്ലാത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ വലഞ്ഞു പോകും. അതുകൊണ്ട് ഇതിനകത്ത് പല രാജ്യങ്ങളിലും 2025, അതായത് ഈ വർഷം കാലാവധി കഴിയും. ചിലർക്ക് അടുത്ത വർഷമേ കഴിയും. പാകിസ്ഥാനൊക്കെ ഉൾപ്പെടെയുണ്ട്. അപ്പോൾ നോക്കിയേ, ഡെൻമാർക്ക്, അൾജീരിയ, ഗ്രീസ്, പാകിസ്ഥാൻ, പനാമ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, സൊമാലിയ, ഗയാന, സോൾവേനിയ, സിയറ ലിയോൺ. ഏതൊക്കെയാണ്? ഡെൻമാർക്ക് ഉണ്ട്, അൾജീരിയ ഉണ്ട്, ഗ്രീസ്, പാകിസ്ഥാൻ, പനാമ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, സൊമാലിയ, ഗയാന, സ്കോൾവേനിയ, സിയറ ലിയോൺ എന്ന തുടങ്ങിയ രാജ്യങ്ങളാണ് ഇതിൽ എന്തുള്ളത്? 10 താൽക്കാലിക അംഗങ്ങളായിട്ടുള്ളത്. ഇവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ സ്കോൾവേനിയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. മനസ്സിലായോ? കാരണം ഇത് ഓരോ 2 വർഷമേ ഉള്ളൂ കാലാവധി. അപ്പോൾ എല്ലാവരോടും ഒരുമിച്ച് പോയിട്ട് എല്ലാവരും ഒരുമിച്ച് വരികയല്ല. നമ്മുടെ പാർലമെന്റില്ലാത്ത ലോക്സഭയുടെ സിസ്റ്റം അല്ല. ലോക്സഭ എങ്ങനെയാണ് ചെയ്യുന്നത്? എല്ലാവരോടും ഒരുമിച്ച് ഒരേ സമയം ഇറങ്ങി പോകുന്നു. 5 വർഷം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരുന്നു. പക്ഷേ ഇവിടെ എങ്ങനെയല്ല. ഇവിടെ രാജ്യസഭയുടെ ആ ഒരു സിസ്റ്റമാണ്. കുറേ പേര് അവരുടെ കാലാവധി 2 വർഷം കഴിയുമ്പോൾ ആൾക്കാർ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പകരം പുതിയ ആൾക്കാർ വന്നു. അതിങ്ങനെ പെർമനന്റ് ഹൗസാണ്. അവരിങ്ങനെ നിൽക്കും. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ്. അപ്പോൾ പാകിസ്ഥാനൊക്കെ എന്താണ്? സ്ഥിരസമിതിയിൽ അംഗമാണ്. അല്ലെങ്കിൽ സ്ഥിരമല്ലാത്ത രാജ്യങ്ങൾ ഏതൊക്കെയാ? നമ്മുടെ രക്ഷാസമിതിയിലെ സ്ഥിരമല്ലാത്ത രാജ്യങ്ങൾ 10 രാജ്യങ്ങളിലൊന്നും നമ്മുടെ പാകിസ്ഥാനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നോക്കിയാൽ ഡെൻമാർക്ക്, അൾജീരിയ, ഗ്രീസ്, പാകിസ്ഥാൻ, പനാമ, റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്ന് പറഞ്ഞാൽ ദക്ഷിണ കൊറിയയാണ്. അതോടൊപ്പം തന്നെ സൊമാലിയ, ഗയാന, സ്കോൾവേനിയ, സിയറ ലിയോൺ തുടങ്ങിയ രാജ്യങ്ങളാണ് ഇവിടുത്തെ താൽക്കാലിക അംഗങ്ങളായിട്ട് വരുന്നത്. ഇനി ഏറ്റവും കൂടുതൽ തവണ UN-ന്റെ രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗമായ രാജ്യം
ജപ്പാനാണ്. ജപ്പാനൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. മാത്രമല്ല UN ബജറ്റിലേക്ക് ഒരു നിർദ്ദേശം നമുക്കറിയാം, രക്ഷാസമിതിയിൽ UN സ്ഥിര അംഗത്വം വേണമെങ്കിൽ UN രക്ഷാസമിതിയിൽ ബജറ്റിലേക്ക് കാര്യമായ സംഭാവനകളൊക്കെ നൽകണമെന്ന് കൃത്യമായ അതിന്റെ മാനദണ്ഡത്തിൽ പറയുന്നുണ്ട്. അമേരിക്ക കഴിഞ്ഞാൽ തൊട്ടുപുറകിലായിട്ട് ഏറ്റവും കൂടുതൽ കാശ് ബജറ്റിലേക്ക് സംഭാവന ചെയ്യുന്ന രാജ്യം ജപ്പാനാണ്. കാരണം ഒരുപാട് പരിശ്രമങ്ങൾ നടത്തും. അങ്ങനെയെങ്കിലും കാരണം ജനസംഖ്യയുടെ കാര്യത്തിലൊക്കെ അവർ പുറകിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ജപ്പാൻ സാമ്പത്തികപരമായിട്ട് കുറെ ഇതൊക്കെ കൊടുത്തുകൊണ്ട് UN സ്ഥിരാംഗമാകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്താറുണ്ട്. പക്ഷേ താൽക്കാലിക അംഗമായിട്ട് മാത്രമാണ് രക്ഷാസമിതിയിൽ ഇപ്പോഴും ജപ്പാനുള്ളത്. അപ്പോൾ UN രക്ഷാസമിതിയിൽ ഏറ്റവും കൂടുതൽ തവണ താൽക്കാലിക അംഗമായ രാജ്യം ആരാണ്? ജപ്പാനാണ്. ഇനി രക്ഷാസമിതിയിൽ സ്ഥിര അംഗ പദവി നേടാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയെ വിളിക്കുന്ന പേരാണ് G4 നേഷൻസ് അല്ലെങ്കിൽ G4 രാജ്യങ്ങൾ. നമുക്കറിയാം UN ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തമായ ഘടകമാണ് എന്ത്? UN രക്ഷാസമിതി. ആ UN രക്ഷാസമിതിയിൽ സ്ഥിര അംഗത്വം നേടാൻ വേണ്ടി ആകെ 5 പേരേ ഉള്ളൂ. അതിൽ 6ാമത്തെ ആളാകാൻ വേണ്ടി, എങ്ങനെയെങ്കിലും 6ാമത്തെ ആളാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതിൽ ആ രാജ്യങ്ങളുടെ കൂട്ടായ്മയെ വിളിക്കുന്ന പേരാണ് G4 നേഷൻസ് അഥവാ G4 രാജ്യങ്ങൾ. ആ G4 രാജ്യങ്ങൾ ആരൊക്കെയാണെന്ന് പറയുന്നു. 1 ഇന്ത്യയുണ്ട്, 2 ജപ്പാനുണ്ട്, 3 ബ്രസീലുണ്ട്, 4 ജർമ്മനിയുണ്ട്. അപ്പൊ ആരൊക്കെയാണ്? ഇന്ത്യ, ജപ്പാൻ, ബ്രസീൽ, ജർമ്മനി. 4 രാജ്യങ്ങൾക്കും കൃത്യമായ യോഗ്യതയുണ്ട്, അർഹതയുണ്ട്. ആ മാനദണ്ഡങ്ങളെല്ലാം വെച്ച് നോക്കിയാൽ സൈനിക ശക്തി ആയിരിക്കണം, സാമ്പത്തിക ശക്തി ആയിരിക്കണം, ജനസംഖ്യയിൽ 1ാം സ്ഥാനത്തോ അല്ലെങ്കിൽ ജനസംഖ്യയിൽ മുൻപന്തിയിലായിരിക്കണം, അതോടൊപ്പം തന്നെ അവരുടെ ബജറ്റിലേക്ക് കാര്യമായ സംഭാവനകൾ നൽകുന്ന രാജ്യമായിരിക്കണം, അതോടൊപ്പം തന്നെ അവിടുത്തെ മനുഷ്യാവകാശം, ജനാധിപത്യം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമായിരിക്കണം. അങ്ങനെ സ്ഥിരാംഗമാകാനുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഈ 4 രാജ്യങ്ങൾക്കുണ്ട് എങ്കിൽ പോലും പല കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഈ വീറ്റോ പവറുള്ള P5 നേഷൻസിന്റെയൊക്കെ എതിർപ്പ് മൂലം ഏതെങ്കിലും ഒരു രാജ്യം എതിർത്ത് നിന്നാൽ അവർക്ക് സ്ഥിരാംഗത്വ പദവി ലഭിക്കില്ല. പ്രത്യേകിച്ച് ജർമ്മനിക്കും ജപ്പാനും ഒക്കെ ഈ ജന്മന്റെ കാലത്ത് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം 2ാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയുടെയും അതോടൊപ്പം തന്നെ സഖ്യശക്തികളുടെ ഏറ്റവും വലിയ 2 ശത്രുക്കളായിരുന്നു ജർമ്മനിയും ജപ്പാനും. ടോജോയുടെ നേതൃത്വത്തിൽ ജപ്പാനും ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജർമ്മനിയും ഒക്കെ 2ാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയ്ക്കും ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും ഒക്കെ ഉണ്ടാക്കിയ വലിയ നാശനഷ്ടങ്ങളൊക്കെ അവർ മറക്കുവാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇവർ എത്ര ഇനി കഷ്ടപ്പെട്ടാലും കിട്ടുമോന്ന് അറിയില്ല. പക്ഷേ അവർ ശക്തമായിട്ട് അവരതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മ വിളിക്കുന്ന പേരാണ് G4 രാജ്യങ്ങൾ. അതിൽ നമുക്ക് നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയുണ്ട്, ജപ്പാനുണ്ട്, ബ്രസീലുണ്ട്, ജർമ്മനിയുണ്ട്. അപ്പൊ രക്ഷാസമിതി ഇത്രയുമാണ്. നമുക്കറിയാം UN രക്ഷാസമിതി എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഘടകമാണ് UN. അതിൽ 10 സ്ഥിരമല്ലാത്ത അംഗങ്ങളും 5 സ്ഥിര അംഗങ്ങളും കൂടി ചേർത്ത് 15 രാജ്യങ്ങളാണുള്ളത്. ആ രക്ഷാസമിതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കണമെങ്കിൽ എത്ര വോട്ടുകൾ ഉണ്ടാകണം? 9 വോട്ടുകൾ ഉണ്ടാകണം. ആ 9 വോട്ടുകളിൽ 5 വോട്ടുകൾ നിർബന്ധമായും ആരുടേതായിരിക്കണം? അതിനകത്തെ സ്ഥിര അംഗങ്ങളുടെ P5 നേഷൻസിൻ്റെതായിരിക്കണം. അപ്പൊ P5 നേഷൻസിന്റെ അംഗീകാരമില്ലാത്ത ഒരു നടപടി പോലും എവിടെ? രക്ഷാസമിതിയിൽ എടുക്കുവാൻ സാധ്യത. രക്ഷാസമിതി എന്ന് മാത്രമല്ല UN പൊതുസഭയിൽ പോലും എടുക്കുവാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നറിയപ്പെടുന്ന UN ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അതും രക്ഷാസമിതിയാണ്. ഏറ്റവും കൂടുതൽ അധികാരമുള്ള, ഏറ്റവും കൂടുതൽ പവറുള്ള UN ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അതും രക്ഷാസമിതിയാണ്. ആ രക്ഷാസമിതിയിൽ 10 താൽക്കാലിക അംഗങ്ങൾ. ആ 10 താൽക്കാലിക അംഗങ്ങൾ ഏതൊക്കെയാണ്? ഡെൻമാർക്ക് ഉണ്ട്, അൾജീരിയ ഉണ്ട്, ഗ്രീസ്, പാകിസ്ഥാൻ, പനാമ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, സൊമാലിയ, ഗയാന, സ്കോൾവേനിയ, സിയറ ലിയോൺ തുടങ്ങിയ രാജ്യങ്ങളാണ് 10 പേർ. അതിൽ 2 വർഷമാണ് അവരുടെ കാലാവധി. ഈ താൽക്കാലിക അംഗമായിട്ട് ഏറ്റവും കൂടുതൽ തവണ UN പോയിട്ടുള്ളത് ആര് എന്ന് ചോദിച്ചാൽ അത് ജപ്പാനാണ്. ഇനി സ്ഥിര അംഗം പദവി നേടുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളെ വിളിക്കുന്ന പേരാണ് G4 നേഷൻസ്. G4 നേഷൻസ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയുണ്ട്? ഇന്ത്യ, ജപ്പാൻ, ബ്രസീൽ, ജർമ്മനി. അപ്പൊ UN ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ UN പില്ലർ എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ 6 എണ്ണം. പൊതുസഭയുണ്ട്, രക്ഷാസമിതിയുണ്ട്, സാമ്പത്തിക സാമൂഹിക സമിതിയുണ്ട്, ട്രസ്റ്റിഷിപ്പ് കൗൺസിലുണ്ട്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുണ്ട്, അതോടൊപ്പം തന്നെ ട്രസ്റ്റിഷിപ്പ് കൗൺസിലുണ്ട്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുണ്ട്. അങ്ങനെ 6 പില്ലറുകളാണ് UN ക്കുള്ളത്. ആ 6 പില്ലറിൽ 2 എണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തത്
പൊതുസഭയും രണ്ടാമത്തത് സുരക്ഷാ സമിതിയുമാണ്. ഏറ്റവും വലിയ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് പൊതുസഭയാണ്. 193 രാജ്യങ്ങൾക്കും ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ട്, പൊതുസഭയിൽ മെമ്പർഷിപ്പ് ഉണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ രാജ്യങ്ങൾക്കും 5 പ്രതിനിധികളെ വെച്ച് അയക്കാമെങ്കിലും ഒരു വോട്ട് മാത്രമേ പൊതുസഭയിലുള്ളൂ. ബജറ്റ് നിയന്ത്രിക്കുന്നത്, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്, സെക്രട്ടറി ജനറലിനെ തെരഞ്ഞെടുക്കുന്നത്, അതോടൊപ്പം ഒരു രാജ്യത്തിന് അംഗത്വം കൊടുക്കുന്നത്, 10 സ്ഥിരമല്ലാത്ത അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ 15 ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത്, ലോക പാർലമെന്റ് എന്നും ലോകത്തിന്റെ സമ്മേളന നഗരി എന്നൊക്കെ അറിയപ്പെടുന്നു. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ പവർ ഉള്ളത് ആർക്കാണ്? രക്ഷാസമിതിക്കാണ്. മൊത്തത്തിൽ 15 പേരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും പവർ ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ജനാധിപത്യ വിരുദ്ധ ഘടകം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ എന്തായാലും ബാക്കി ഘടകങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ബൈ.